ഇറ്റാലിയൻ മാനേജറായ ആന്റോണിയോ കോണ്ടെ ജൂൺ 5, 2024 നാപ്പോളി ഹെഡ് കോച്ചായി 3 വർഷത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നത്. 7 മില്യൺ യൂറോ തൊട്ട് 9 മില്യൺ യൂറോ വരെ മൂല്യം വരുന്ന സിറിയയിലെ ഏറ്റവും മികച്ച സാലറിയും നാപ്പോളിയുടെ ഹിസ്റ്ററിയിലെ എക്കാലത്തെ റെക്കോർഡ് സാലറിയുമാണ് കോണ്ടെയുടെ പെർ സീസൺ ഇൻകം. 2022-23 സീസണിലാണ് സ്പെലേറ്റി അണ്ടറിൽ നാപ്പോളി 33 വർഷത്തിന് ശേഷം സീറിയ ചാമ്പ്യന്മാരാകുന്നത്. എന്നാൽ അടുത്ത സീസൺ തന്നെ നാപ്പോളി വിട്ട സ്പെലേറ്റി ഇറ്റലിയുടെ മാനേജറാവുകയും അതേസമയം നാപ്പോളി 10ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. സ്പെലേറ്റിയുടെ പോക്ക് നെഗറ്റീവായി ബാധിച്ച നാപ്പോളി 3 കോച്ചുകളുടെ അണ്ടറിലാണ് ആ സീസൺ കളിച്ചത്. പക്ഷേ 2024-25 സീസണിൽ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് നാപ്പോളി. തുടക്കകാലത്ത് പല ഫോർമേഷൻ ട്രൈ ചെയ്ത കോണ്ടെ തന്റെ ബാരിലെയും സിയനയിലെയും ടൈമിൽ 4-2-4 സിസ്റ്റത്തിന്റെ ഉപയോഗം ഏറെ പ്രശംസയ്ക്ക് കാരണമായിരുന്നു. നോർമൽ 4-4-2 ഫോർമേഷന്റെ ഒരു വേരിയേഷനായ 4-2-4-ൽ വൈഡ് മിഡ്ഫീൽഡേഴ്സിനെ വിംഗേഴ്സാക്കി മാറ്റി പാക്കിൽ നിന്നും പ്ലേ ബിൽഡ് ചെയ്ത് ഡയറക്ട് ബോൾസും വെർട്ടിക്കൽ പാസസും യൂസ് ചെയ്ത് ഫോർവേഡ്സിനെ ബോൾ എത്തിച്ച് ഫൈനൽ തേർഡിൽ സുപ്പീരിയറിറ്റി ഉണ്ടാക്കി ഗോൾ സ്കോർ ചെയ്യുക എന്നതാണ് കോണ്ടെയുടെ തന്ത്രം. എന്നാൽ യുവന്റസിലെത്തി ടീമിന്റെ ഡിഫൻസീവ് സോളിഡിറ്റിക്കും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടി 3-5-2 എന്ന ഫോർമേഷനിലോട്ട് മാറിയ കോണ്ടെ യുവന്റസിലെ സക്സസ് അത് തന്റെ പ്രൈമറി ഫോർമേഷനാക്കി മാറ്റി. ഒരു സീപ്പർ ഉൾപ്പെടുന്ന 3 ബോൾ പ്ലേയിങ് സെന്റർ ബാക്സും അറ്റാക്കിങ്ങിലും ഡിഫൻസിലും സപ്പോർട്ടായി 2 വിംഗ് ബാക്സും ഒരു ഡിഫൻസീവും 2 ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡേഴ്സും ഉൾപ്പെടുന്ന 3-man മിഡ്ഫീൽഡും 2 സ്ട്രൈക്കേഴ്സുമാണ് കോണ്ടെയുടെ ടീം. 2011-12 സീസണിൽ 38 കളി അൺബീറ്റനായി ലീഗ് ടോപ്പേഴ്സ് ആയ യുവന്റസ് 20 ഗോൾ മാത്രമാണ് കൺസീഡ് ചെയ്തത്. അടുത്ത സീസണിൽ 87 പോയിന്റുമായി ലീഗ് ഉയർത്തിയ കോണ്ടെ ഓരോ സീസണിലും ടീമിന്റെ നിലവാരം ഉയർത്തി. 13-14 സീസണിൽ റെക്കോർഡ് 33 ജയവും 102 പോയിന്റ്സുമായാണ് ഹാട്രിക് ലീഗ് ടൈറ്റിൽ ഉയർത്തിയത്. അറ്റാക്കിംഗ് ഫേസിൽ 3-3-4 മാറി ബാക്ക് 3യിൽ നിന്നുള്ള ഡയറക്ട് ലോങ് ബോൾസിലൂടെയും പിർലോയുടെ വിഷനും സെറ്റ് പീസസും പാസിംഗ് എബിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിൽ ക്രോസസിലൂടെയും കട്ട് ബാക്സിലൂടെയും ഗോൾ കണ്ടെത്തുകയും ചെയ്യും. ഔട്ട് ഓഫ് പൊസിഷനിൽ ഡിഫൻസീവ് ട്രാൻസിഷൻ നടത്തി 5-3-2 മാറുന്ന ടീം സോളിഡ് ബാക്ക് ട്രിയോയിന്റെയും എനർജറ്റിക് വിംഗ് ബാക്സിന്റെയും പ്രസൻസ് ടീമിന്റെ ബാലൻസ് നിലനിർത്തും. 3 സീസൺ കൊണ്ട് കോണ്ടെ ഉണ്ടാക്കിയ ഫൗണ്ടേഷൻ 2019-20 സീസൺ വരെ യുവന്റസിനെ കണ്ടിന്യൂസ് ലീഗ് ചാമ്പ്യന്മാരാക്കി. തുടർച്ചയായ 10ാം സ്ക്യൂഡിറ്റോ എന്ന സ്വപ്നം ഇല്ലാതാക്കിയാണ് 2020-21 കോണ്ടെയുടെ ഇന്റർ മിലാൻ ലീഗ് ചാമ്പ്യന്മാരാകുന്നത്. കോണ്ടെയുടെ യുവന്റസിലെ സിസ്റ്റത്തിന്റെ ഡിറ്റോ ആയ ഇന്റർ ടാക്ടിക്സിൽ ടീം മിഡ്ഫീൽഡറും ബോൾ പ്ലേയിങ് സെന്റർ ബാക്സും വിംഗ് ബാക്സും സ്ട്രൈക്കേഴ്സും അണക്കി ഡീവറിജിന്റെ പാസിംഗ് എബിലിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഡയറക്ട് ലോങ് ബോൾസിലൂടെ സ്ട്രൈക്കേഴ്സിനെ വിംഗ് ബാക്സിനെ കണ്ടെത്തിയുള്ള അറ്റാക്കിങ്ങും മിഡ്ഫീൽഡിൽ ഷോർട്ട് പാസിംഗിലൂടെ ഒപ്പോണൻസിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. 2 സ്ട്രൈക്കേഴ്സും മിഡ്ഫീൽഡേഴ്സും തമ്മിലുള്ള ലിങ്കപ്പ് ടീമിന്റെ പ്രധാന ഘടകമാണ്. വൈഡ് സെന്റർ ബാക്സ് വിംഗ് ബാക്സുമായോ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സുമായോ ഉള്ള ഇന്റർചേഞ്ച് പ്ലേയും ശ്രദ്ധേയമാണ്. ഹൈ ഇന്റൻസിറ്റിയും അഗ്രസീവ്നെസ്സും ആവശ്യപ്പെടുന്ന കോണ്ടെ പൊസഷൻ ലോസ്റ്റ് ആയാൽ സ്പോട്ട് മാൻ ടു മാൻ പ്രസിംഗിൽ സഡൻ ഡിഫൻസീവ് ട്രാൻസ്ലേഷൻ നടത്തി ഒപ്പോണൻസിന് സെന്ററിൽ കൂടെ പെനട്രേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതാക്കി ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കാരണം ബോൾ വിൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഫ്രീ സ്പേസ് കണ്ടെത്താനുള്ള ടീമിന്റെ അഡ്വാൻറ്റേജ് ബോൾ വിൻ ചെയ്താൽ ഉടനെ വിംഗ് ബാക്സിന്റെ സപ്പോർട്ടോടെ സഡൻ കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ കണ്ടെത്താനാണ് ലക്ഷ്യം. ചെൽസിയിലും സ്പേഴ്സിലും വൈഡ് ഫോർവേഡ്സിനെ യൂസ് ചെയ്യാനായി 3-5-2 3-4-3 മാറ്റിയ പോലെ ലീഗ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നത് കോണ്ടെയുടെ മികവാണ്. അറ്റാക്കിംഗ് ഫേസിൽ 3-2-5 ഡിഫൻസീവ് ഫേസിൽ 5-4-1 ട്രാൻസിഷൻ. സ്പേഴ്സിൽ ഡീപ് പ്ലേ മേക്കറിന്റെ റോളിൽ ഓയിബർഗ് ആണെങ്കിൽ ചെൽസിയിൽ ഡേവിഡ് ലൂയിസിന്റെ ബോൾ ക്യാരിങ് എബിലിറ്റിയും കാൻഡിയുടെ എനർജിയും മെറ്റിച്ചിന്റെ ക്രിയേറ്റിവിറ്റിയും ഹസാർഡിനെ മെയിനാക്കിയുള്ള കൗണ്ടേഴ്സും ബോക്സിൽ അഗ്രസീവ് കോസ്റ്റയുടെ പ്രസൻസുമാണ് ഒരു സീസൺ കൊണ്ട് ചെൽസിയെ 10ാം സ്ഥാനത്തിൽ നിന്ന് ലീഗ് ചാമ്പ്യന്മാരാക്കിയത്. നാപ്പോളിയിലും അതേ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന കോണ്ടെയ്ക്ക് ഉള്ള പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തും പുതിയ പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യേണ്ടതുമുണ്ട്. യുവന്റസിൽ ബോണിച്ചി, ചിലിനി, ബുഫാൻ, ചെൽസിയിൽ ഹസാർഡ്, കോസ്റ്റ, മോസിസ്, ഇന്ററിൽ ലൗട്ടാറോ, ബാസ്റ്റണി, ബ്രോസിവിച്ച് അങ്ങനെ ക്ലബ്ബുമായി ഓൾറെഡി കോൺട്രാക്ട് ഉള്ള പ്ലേയേഴ്സിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരെ ബെസ്റ്റ് ഫോം കണ്ടെത്തിക്കാൻ ട്രാൻസ്ഫേഴ്സിലൂടെ കോണ്ടെയുടെ ടാക്ടിക്സുമായി യോജിച്ച പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവർ ക്ലബിലും ലീഗിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലുതാണ്. സെന്റർ ബാക്കായ അമീർ റഹ്മാനിയുടെ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റും പാസിംഗ് എബിലിറ്റീസും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നാപ്പോളിയിലെത്തിയ റാഫ മാറിനും സ്പിനിസോളയും കഴിഞ്ഞ സീസണിലെ മികച്ച യങ് സെന്റർ ബാക്സിൽ ഒരാളായ അലക്സാൻഡ്രോ ബുവാൻജോർണോയുടെ ഡിഫൻസീവ് ക്വാളിറ്റീസും ഹൈറ്റും അഡ്വാൻറ്റേജ് ആക്കിയുള്ള നാപ്പോളി ഡിഫൻസിൽ ഡി ലൊറൻസോയും മത്തിയസ് ഒലിവേറയും മറിയോ റൂയിയുടെയും പ്രസൻസ് ശക്തി കൂട്ടും. മിഡ്ഫീൽഡിൽ പ്ലേ മേക്കിംഗ് റോളിൽ യൂറോയിൽ സ്ലൊവാക്കിയയ്ക്കായി മികച്ച പ്രകടനം നടത്തിയ ലൊബോട്കോയും ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ അംഗൂസായുമായുള്ള പാർട്ട്ണർഷിപ്പും ട്രിക്കി പ്ലെയറായ കവറാറ്റ്സ്കിലെയും പൊളിറ്റാനോയുടെയും പ്ലേ മേക്കിംഗ് എബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്ത് വിംഗ് ബാക്സിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്താണ് അറ്റാക്ക്. വിക്ടർ ഒസിമാൻ ക്ലബ്ബ് വിടുന്നതോടെ കോണ്ടെയുടെ പ്രയോറിറ്റി ടാർഗറ്റായ റോമെലോ ലുക്കാക്കുവിനെ ക്ലബ്ബിലെത്തിച്ച് അറ്റാക്കിംഗിൽ സ്ട്രെങ്ത് കൂട്ടാനാണ് ശ്രമം. മിഡ്ഫീൽഡിൽ ശക്തി പകരാനായി ബില്ലി ഗിൽമറിനെയും ക്ലബ്ബ് നോട്ടമിടുമ്പോൾ പുതിയ വിങ്ങറായി ഡേവിഡ് നീരീസുമായി അഗ്രിമെന്റിലെത്തുകയും ചെയ്തു. കോണ്ടെയുടെ അണ്ടർ ഡിഫൻസിലും ഓവറോൾ ടീമിന്റെ പൊസിഷണൽ ഫ്ലെക്സിബിലിറ്റി
എടുത്തു പറയേണ്ടതാണ്. ലീഗ് ഫോർമാറ്റിലും ഗ്രൂപ്പ് സ്റ്റേജിലും മികവ് കാട്ടാനാകുന്ന കോണ്ടയ്ക്ക് നോക്കൌട്ട് സ്റ്റേജിൽ അത് സാധിക്കുന്നില്ല. തൻ്റെ അതോറിറ്റേറ്റീവും ഡിമാൻഡിംഗ് നേച്ചർ കാരണം പ്ലെയേഴ്സായും ക്ലബ് ഒഫീഷ്യൽസുമായും കോൺഫ്ലിക്ട്സിന് വഴിയൊരുക്കുകയും അത് റെസിഗ്നേഷന് കാരണമാവുകയും ചെയ്യും. യുവന്റസിലൊഴികെ 2 സീസണിൽ കൂടുതൽ ഒരു ക്ലബിലും തുടർന്നിട്ടില്ലെങ്കിലും അവരുടെ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ കോണ്ടയ്ക്ക് 2 സീസൺ ധാരാളമാണ്.